ഇന്ന് നമ്മളൊരു കാണിപ്പാട്ട് കാണാൻ വേണ്ടി പോവാണ്. ഈ കാണിപ്പാട്ട് എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിൽ മലമ്പാട്ട്, കാണിപ്പാട്ട് എന്നൊക്കെ പറയുന്ന കാണിക്കരുടെ ഒരു പാട്ടുണ്ട്. മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുന്ന പാട്ട്. ആ പാട്ടല്ല കേട്ടോ ഈ കാണിപ്പാട്ട്. ഇത് നമ്മുടെ മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളുടെ ഭാഗങ്ങളിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് കാണിപ്പാട്ട്. അതായത് കാണിപ്പാട്ട് എന്ന് പറയുമ്പോൾ മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ ദേശങ്ങളിലൊക്കെ കാണുന്ന ഒരു തരം ചടങ്ങാണ്. വീടുകളിലാണ് സാധാരണ കാണിപ്പാട്ട് കാണാറ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വലിയമ്മയുടെ വീട്ടിൽ ഇന്നൊരു കാണിപ്പാട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ നന്നായിട്ട് അലങ്കരിക്കും. അതായത് കുരുത്തോലയും പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ഈ കാണിപ്പാട്ടിൻ്റെ ടീം, ഇത് നടത്തുന്ന ഒരു ടീം വന്ന് വാഴംപിണ്ടി കൊണ്ട് അയ്യപ്പനൊരു ക്ഷേത്രം ഉണ്ടാക്കും. നമ്മൾ സാധാരണ അയ്യപ്പൻ വിളക്കൊക്കെ കാണുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ചെറിയ രൂപമാണ്. അയ്യപ്പൻ വിളക്കിന് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടാവും. അയ്യപ്പനുണ്ടാവും, ഭഗവതിക്ക് ഉണ്ടാവും. പക്ഷേ കാണിപ്പാട്ടിന് അയ്യപ്പന് മാത്രമാണ് ഒരു ക്ഷേത്രം ഉണ്ടാവുക. വാഴംപിണ്ടി കൊണ്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ അയ്യപ്പനെ കുടിയിരിക്കുന്ന അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം അതിൽ വയ്ക്കും. പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭജനകൾ നടക്കും. പിന്നെ അതുമാത്രമല്ല, അവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൂടി കൊടുക്കും. അതായത് അന്ന് രാത്രി അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും. ഒരു രസകരമായൊരു ചടങ്ങാണ്. ഇതിൻ്റെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് പാട്ടാണ്. ഉടുക്ക് കൊട്ടി പാടുക. അതായത് ഉടുക്ക് കൊട്ടി അയ്യപ്പൻ്റെ ചരിതം പാടുക. അതാണ് ഈ കാണിപ്പാട്ട് എന്ന് പറയുന്നത്. അതായത് അയ്യപ്പൻ്റെ ജനനം, പിന്നെ പന്തള രാജകുടുംബത്തിൻ്റെയൊക്കെ ചരിത്രം, അതായത് അയ്യപ്പന് മുമ്പുള്ള ചരിത്രം, അതുപോലെ വാവുരനുമായുള്ള ചങ്ങാത്തം. ഈ വാവുരൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ വാവർ എന്ന് പറയുന്നത്, ഇപ്പോൾ വാവുരൻ എന്നും വാവർ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ മഹിഷി മർദ്ദനം, അങ്ങനെ ഒരുപാട് അയ്യപ്പൻ്റെ ചരിതങ്ങൾ ഈ ഉടുക്ക് കൊട്ടി പാടും. ഈ ചടങ്ങ് എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് ഒരു 6 മണിക്ക് തുടങ്ങിയ പുലർച്ചെ 4 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഈ കാണിപ്പാട്ട്. ഈ കാണിപ്പാട്ടിനോടനുബന്ധിച്ച് ഈ പാട്ടുകൾ പാടും. പിന്നെ അത് മാത്രമല്ല, രാത്രിയിൽ ഒരു താലം എഴുന്നള്ളിപ്പുണ്ട്. അതായത് വീട്ടിലെ സ്ത്രീകളെയൊക്കെ തളികയിൽ താലം എഴുന്നള്ളിച്ച് ഒരു പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ചടങ്ങ്. അതോടൊപ്പം അയ്യപ്പൻ്റെ കോമരം, അയ്യപ്പൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കോമരം. ആ കോമരം അതിനോടൊപ്പം തന്നെ വാവുരനും ഉണ്ടാവും. വാവുരൻ അല്ലെങ്കിൽ വാവർ നമ്മൾ പറയുന്ന വാവര്, പച്ച തലക്കെട്ടൊക്കെ കെട്ടി വാവുരം ഉണ്ടാവും. പിന്നീട് ആ ഒരു പ്രദക്ഷിണം കഴിഞ്ഞാൽ പിന്നെ ഈ വാവുരനും അയ്യപ്പനും തമ്മിലുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു ചടങ്ങ് അവിടെ നടക്കും. നല്ല രസകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് അത് കാണുക എന്നുള്ളത്.
അത് കഴിഞ്ഞാൽ പിന്നെ ആ കാണിപ്പാട്ട് നടത്തുന്ന വീട്ടുകാരെ വിളിച്ച് ഒരു കൽപ്പന കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പ്രസാദം കൊടുക്കുന്നു. ഇതാണ് ഈ ചടങ്ങ്. അപ്പോൾ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ മലബാറിലെ ഈ മലബാറിന് മുഴുവനായിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലൊക്കെ കൂടുതലായിട്ട് ഈ കാണിപ്പാട്ട് കാണുന്നുണ്ട്. അയ്യപ്പ മുളക്കിൻ്റെ ചെറിയൊരു ഫോമാണ് ഈ ഒരു കാണിപ്പാട്ട് എന്ന് പറയുന്നത്. വളരെ രസകരമാണ് ഈ പാട്ട് കേൾക്കാൻ. അതായത് അയ്യപ്പൻ്റെ ജനനം പാടും, പുലിപ്പുറത്തുള്ള യാത്ര, അതുപോലെ പന്തള രാജകുടുംബത്തിൻ്റെ ചരിത്രം, മഹിഷി മർദ്ദനം, പിന്നെ അങ്ങനെ ഒരുപാട് അയ്യപ്പൻ്റെ ഭജനകൾ. ഇങ്ങനെ ഈ ഉടുക്ക് കൊട്ടി ഇരുന്ന് അത് ഇങ്ങനെ ഉടുക്ക് കൊട്ടി വളരെ താളാത്മകമായി ഒരു നമ്മൾ വാമൊഴിയായി കിട്ടിയ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ വാമൊഴിയായി കിട്ടിയ പാട്ടുകളായിരിക്കാം. എവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് കിട്ടുന്നതാണ്, ഇങ്ങനെ വാമൊഴിയായി കിട്ടുന്നത്. അത് പഠിച്ച് വളരെ താളാത്മകമായി അവരുടേതായ ഒരു താളത്തിൽ പാടുന്ന അയ്യപ്പൻ പാട്ടുകൾ. അതൊരു കലയാണ്. സത്യത്തിൽ ഇതൊരു കലാരൂപം കൂടിയാണ് ഈ കാണിപ്പാട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഭക്തിയുടെ ഭാഗമാണ്, ഒരു ചടങ്ങാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദേശത്ത് നിലനിൽക്കുന്ന ഒരു കലാരൂപം കൂടിയാണ് ഉടുക്ക് കൂട്ടിയിട്ടുള്ള ഈ ഒരു കാണിപ്പാട്ട്. ഈ ഒരു ചിത്രങ്ങളും ഈ ഒരു പാട്ടൊക്കെ കേട്ടപ്പോൾ ഒരു കാണിപ്പാട്ട് കണ്ട ഒരു ഫീൽ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.